ഏർലി 40s ഒരു കപ്പിള് അവർക്ക് 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് ഒരു വലിയ ബിസിനസ് റൺ ചെയ്യുന്നു, വൈഫ് ഒരു ഹോം മേക്കർ ആണ്. ബിസിനസ്സിൽ കുറെ ട്രാവൽസും മീറ്റിംഗ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് എപ്പോഴും ബിസി ആയിരുന്നു. കുട്ടികളുടെ സ്കൂളിലെ പരിപാടികൾക്കോ സ്പോർട്സ് മീറ്റിനോ ഒന്നും എപ്പോഴും അയാൾക്ക് എത്താനായിട്ട് പറ്റിയിരുന്നില്ല. എന്നാലും അയാളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എത്താനായിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് വീട്ടിലെയും കുട്ടികളുടെയും കാര്യങ്ങളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി വൈഫിനായിരുന്നു. അങ്ങനെ രണ്ടുപേരുടെ ലൈഫ് നല്ല ബിസി ആയി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ബിസി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവർക്കിടയിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ആരാണ് ഫാമിലിക്ക് വേണ്ടി കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ള കോമ്പറ്റീഷൻ. ഹസ്ബൻഡ് വിചാരിക്കുന്നു ഫാമിലി ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടി താനാണ് ജോലി ചെയ്യുന്നത്, സമ്പാദിക്കുന്നത്, ബിസിനസ് നോക്കുന്നത്, അതിനോടൊപ്പം കുട്ടികളുടെ പരിപാടികൾക്കും എത്താനായിട്ട് പറ്റുന്ന പോലെ നോക്കുന്നുമുണ്ട്. തനിക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം എന്ന്. വൈഫ് വിചാരിക്കുന്നു ഹസ്ബൻഡിന് എപ്പോഴും ജോലി തിരക്കാണ്, വീട്ടിലെ കാര്യങ്ങളോ കുട്ടികളുടെ കാര്യങ്ങളോ ഒന്നും നോക്കാനായിട്ട് അയാൾ എത്താറില്ല, ഞാൻ തന്നെയാണ് എല്ലാം നോക്കി ചെയ്യേണ്ടത് എന്ന്. ഫാമിലിക്ക് വേണ്ടി തന്റെ കരിയർ തന്നെ മാറ്റിവെച്ച് എല്ലാം ചെയ്യുന്ന താനാണ് ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്നത് എന്ന് വൈഫും വിചാരിക്കുന്നു. അതുകൊണ്ട് ഒരാളുടെ എഫേർട്ട് മറ്റേ ആള് ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ജോലി തിരക്കിനിടയിലും പ്ലാൻഡ് മീറ്റിംഗ്സ് ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് കുട്ടികളുടെ സ്പോർട്സ് ഇവന്റിൽ പങ്കെടുക്കാനായി എത്തിയ ഹസ്ബൻഡ് എങ്ങാനും കുറച്ച് ലേറ്റ് ആയാൽ അയാളുടെ എഫേർട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം കുട്ടികളുടെ കാര്യത്തിനെങ്കിലും കുറച്ച് നേരത്തെ വന്നൂടെ എന്ന് വൈഫ് കുറ്റപ്പെടുത്തുന്നു. അതുപോലെ ഹസ്ബൻഡ് ജോലിയിൽ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്നത് കണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് വൈഫ് ഓഫർ ചെയ്താൽ ഇതൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞിരുന്നു. സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ഒരു ബ്രേക്ക് എടുത്ത് റിലാക്സ് ആവാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോകാമെന്ന് സജസ്റ്റ് ചെയ്യുന്ന വൈഫിനോട് എന്റെ ലൈഫ് നിന്റേതുപോലെ ഒന്നും അല്ല, എനിക്ക് ജോലി ഉത്തരവാദിത്തങ്ങളും എല്ലാം ഉണ്ട്, എനിക്ക് അതിനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് വൈഫിന്റെ എഫേർട്സ് ഹസ്ബൻഡ് തഴഞ്ഞിരുന്നു. ആസ് എ കപ്പിൾ എങ്ങനെ ഒരുമിച്ച് ഒരു നല്ല ഫാമിലി ലൈഫ് നയിക്കാമെന്ന് ചിന്തിക്കുന്നതിന് പകരം ആരാണ് ഫാമിലിക്ക് വേണ്ടി കൂടുതൽ ത്യാഗം ചെയ്യുന്നത് എന്ന് ഹസ്ബൻഡും വൈഫും മത്സരിക്കുന്നത് ശരിയാണോ? ലെറ്റ്സ് തിങ്ക്. ബാക്ക് ടു നമ്മുടെ സ്റ്റോറിയിലോട്ട് പോവാം. ഇവിടെ ഹസ്ബൻഡും വൈഫും അവരുടെ പാർട്ട് നന്നായി ചെയ്തിരുന്നുവെങ്കിലും അവർ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ് മറ്റേയാളുടെ എഫേർട്ട് ഒന്നും തന്നെ അല്ല, താനാണ് ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ഒരു രക്തസാക്ഷി ആകുന്നത് എന്ന് എപ്പോഴും ചിന്തിച്ച് അത് സ്ഥാപിക്കാനായി നോക്കിയിരുന്നു. അതാണ് എപ്പിസോഡ് 5ന്റെ ലെസൺ. മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് ബിക്കം മാർട്ടേഴ്സ്. ഈ സീരീസിലെ എല്ലാ എപ്പിസോഡിന്റെയും ഫുൾ വീഡിയോ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കരുത്.